ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോണ്ടഡ് പാലസ് ചെയ്യുവാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡ്രാമ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമ തുടങ്ങുമ്പോഴത്തേക്കും ഒരു മന്ത്രവാദിനി തന്റെ പേരക്കുട്ടിക്ക് ഗംഗ്ചോരി എന്ന ഒരു ഡ്രാഗന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ഡ്രാഗൻ ആകട്ടെ 1000ഓളം വർഷം സ്വർഗത്തിൽ പോകുവാനായിട്ട് ആഗ്രഹിച്ച് ഒരു നദിയിലൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൻ സ്വർഗത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരു കുട്ടി ആ ഒരു ഡ്രാഗനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഡ്രാഗൻ ആരുടെയും കണ്ണിൽ പെടാതിരിക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ സ്വർഗത്തിൽ കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ 1000ഓളം വർഷം കഷ്ടപ്പെട്ട് ആരുടെയും കണ്ണിൽ പെടാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ ആകട്ടെ ഈ ഒരു കുട്ടിയുടെ കണ്ണിൽ പെട്ടു പോയത് കൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. അതൊരു ശാപമൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ എന്ന സ്ഥാനം അവന് നഷ്ടപ്പെടുകയും അവനൊരു ഇമോഗിയായി മാറുകയും ചെയ്തു. ഇത്രയും കാലത്തെ അവന്റെ കഠിനാധ്വാനം എല്ലാം തന്നെ വേസ്റ്റായി പോയത് ഒരു മനുഷ്യൻ കാരണമായതുകൊണ്ട് തന്നെ അവനും മനുഷ്യരെ ഇഷ്ടമില്ലാതായി. മാത്രമല്ല അവർക്കെതിരായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും തുടങ്ങി. കൃഷിയൊക്കെ വിളവെടുക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ പോലും ഗംഗ്ചോരെ ആ ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ അവനും ആ ഒരു കൃഷിയെല്ലാം തന്നെ നശിപ്പിക്കുന്നതായിരിക്കുമെന്ന് പോലും മുത്തശ്ശി യോറിയുടെ അടുത്തൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും യോറിക്ക് അവന്റെ അടുത്ത് ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അവൻ കാരണമല്ലേ ആൾക്കാർക്ക് മോശ സമയമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു മന്ത്രവാദിനിയായി കഴിയുന്ന സമയത്ത് ഗംഗ്ചോരിനെ നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ ഓടിക്കുന്നതായിരിക്കുമെന്ന് യോറി മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നു. അതേസമയം നീ ഒരു മന്ത്രവാദിനിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗ്ചോരിനെ എങ്ങാനും നീ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അവന്റെ അടുത്തേക്ക് പോയേക്കരുത്. അവനെ ഓടിച്ചു വിടുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത്. മറിച്ച് എന്നേക്കുമായിട്ട് അവന്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ട് വേണം നീ ശ്രമിക്കുവാനെന്ന് മുത്തശ്ശിയും അവളുടെ അടുത്തായിട്ട് പറയുന്നു. അവളും അങ്ങനെ ചെയ്യുമെന്ന് മുത്തശ്ശിക്ക് വാക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ അടുത്തു നിന്നുമുള്ള കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന യോറിയും ജനൽ വഴി വെളിയിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഗംഗ്ചോരിനെയും അവൾ കാണുകയാണ്. ആ ഒരു സീനൊക്കെ അവിടം കൊണ്ട് കട്ടായതിനു ശേഷം 13 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്നു. ഇളയ രാജകുമാരന്റെ ദേഹത്ത് പ്രേതബാധയൊക്കെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രാജകുമാരൻ കൂടെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ കൊന്നു കളയുന്ന ഒരു കാഴ്ചയൊക്കെ രാജാവും രാജാവിന്റെ കൂടെയുള്ള ആൾക്കാരും കാണുന്നു. രാജാവിന് പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും തന്നെ വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ മകന് എന്തോ ഒരു അസുഖം വന്നതാണെന്നും ഏതെങ്കിലും രീതിക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അസുഖമൊക്കെ ഭേദമാക്കുവാനായിട്ട് സാധിക്കുമെന്നും രാജാവ് വിശ്വസിച്ചു. അതേസമയം ഒരുപാട് ഡോക്ടർമാരെയും മറ്റുമൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്കൊന്നും തന്നെ ചികിത്സിച്ച് മാറ്റുവാനായിട്ട് സാധിക്കുന്ന ഒരു അസുഖമൊന്നും ആയിരുന്നില്ല രാജകുമാരനുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവിടുത്തെ ജോലിക്കാരനായിട്ടുണ്ടായിരുന്ന യൂൺ കാപ്പും ഈ ഒരു രാജകുമാരനെ രക്ഷിക്കുവാനായിട്ട് ഒരു മന്ത്രവാദിനെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഹീറോനായിട്ടുള്ള യൂറിനെ കാണിക്കുന്നു. അവളും ഒരു വഴിയിലൂടെ നടന്നു വരുന്ന സമയത്ത് അവിടെ എന്തോ ഒന്നുള്ളതായിട്ടും അവളെ തന്നെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തായാലും അവൾ അവളുടെ ജോലിയൊക്കെ തുടരുകയാണ്. വോണിയ എന്ന ഒരാളെ കാണുവാനായിട്ടായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അവളും കണ്ണാടിയൊക്കെ വിൽക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മാത്രമല്ല വോണിയോന് കാഴ്ചക്ക് കുറവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും അയാൾക്ക് നല്ല രീതിക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു കണ്ണാടിയും കൊടുക്കുന്നു. യോറി നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് ബോണി അവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അതൊന്നും ആയിരുന്നില്ല ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് അവിടെ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവളും ഈ വീട്ടിലുള്ള ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും രീതിക്കുള്ള അസുഖം ഉണ്ടോ എന്ന് വോണിയോന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. വോണിയോന്റെ മകൾ ഒട്ടും തന്നെ സുഖമില്ലാതെ കിടക്കുന്നതും കാണിക്കുന്നു. അതേസമയം ജോലിക്കാരനാകട്ടെ വോണിയോന്റെ അടുത്ത് ഇത് നമ്മുടെ മന്ത്രവാദിനി ആയിട്ടുണ്ടായിരുന്ന നോപ്ഡോക്കിന്റെ കൊച്ചുമോളാണ് എന്ന് കൂടി അറിയിക്കുന്നു. അതുകൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കും നിനക്ക് മന്ത്രവാദമൊക്കെ അറിയാമോ? അതുകൊണ്ടാണോ എന്റെ മകൾക്ക് അസുഖമാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയതെന്നൊക്കെ വോണിയവും ചോദിക്കുന്നു. അതേസമയം ഞാനിപ്പോൾ മന്ത്രവാദം ഒന്നും തന്നെ ചെയ്യാറില്ല എന്നും ഇവിടെ നിന്നും ടോണിക്കിന്റെ മണം വന്നത് കൊണ്ടാണ് ആർക്കോ അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതെന്നും അവളും പറയുന്നു. ഇനി രാജാവിനെ കാണിക്കുകയാണ്. രാജാവും ഒരു ലെറ്റർ യൂൺകാബിനെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല യോങ്ചിയിലെ ഗവർണറായിട്ടുള്ള സോങ്ങിനെ നീത കണ്ട് ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ വോണിയോനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യണമെന്ന രീതിക്കാണ് രാജാവും പറയുന്നത്. യൂറി തിരിച്ചു വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്തായിരുന്നു ഒരു പ്രേതത്തെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ പ്രേതത്തിനാകട്ടെ ഒറ്റക്കാലം മാത്രമേ ഉള്ളൂ. അങ്ങനെയിരിക്കെ അവളും ആ പ്രേതത്തെ വലിയ കാര്യമാക്കാതെയൊക്കെ നടന്നു പോകുന്നു. പൂർവികർ എന്തെങ്കിലും പാപമോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രേതങ്ങളെല്ലാം തന്നെ അവരുടെ വരും തലമുറയിലുള്ള കുട്ടികളെ ആയിരിക്കും അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക എന്നും അവരായിരിക്കും യഥാർത്ഥത്തിൽ ഇതിനെല്ലാത്തിനും അനുഭവിക്കുവാനായിട്ട് പോകുന്നതെന്നുമൊക്കെ ഓർത്തുകൊണ്ട് അവളും നടക്കുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു വോണിയുടെ മകൾ ഇപ്പോൾ ബ്ലഡ് ഒക്കെ ഛർദ്ദിക്കുവാനായിട്ട് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ പേടിച്ച് ആ ഒരു ജോലിക്കാരെയും ഡോക്ടറിനെ കാണുവാനായിട്ട് ഓടുന്നത്.
അങ്ങനെ ഇരിക്കെ പ്രേതവും വോണിയുടെ മകളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും യൂറിയും അതിനിടയ്ക്ക് ഇടപെട്ടിട്ട് ആ ഒരു പ്രേതത്തോട് അവിടെ നിന്ന് പോകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ വോണിയോ ആയിരുന്നു തന്റെ ഒരു കാല് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്നും തന്റെ ജീവൻ എടുത്തതെന്നും അതിന്റെ പ്രതികാരമായിട്ട് ഈ ഒരു പെൺകുട്ടീനെ കൂടി കൊന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പരലോകത്ത് പോകുവാനാണ് തന്റെ പദ്ധതി എന്നൊക്കെ പ്രേതവും അറിയിക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. നിനക്ക് സുഖമായിട്ട് പരലോകത്ത് പോകുവാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു കുട്ടീനെ നീ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നീയും വളരെ തിന്മയുള്ള ഒരു പ്രേതമായി മാറുന്നതായിരിക്കും. നീ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. നിനക്ക് പരലോകത്ത് പ്രവേശിക്കാനായിട്ട് പോലും സാധിക്കുകയില്ല. നിന്നെ ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂറിയും അവന്റെ മനസ്സ് മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഒറ്റക്കാലൻ പ്രേതമാകട്ടെ ഈ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ്. നീ ഒരു മന്ത്രവാദിനിയാണ്, അതുകൊണ്ട് തന്നെ നിന്നെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനും ഈ ഒരു കുട്ടീനെ കൊല്ലുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിലുണ്ടായിരുന്ന പ്രേതമാകട്ടെ അവിടെ നിന്നും ഓടുകയാണ്. അതിന് പിന്നാലെ തന്നെ യൂറിയും പോകുന്നു. കുറെ ദൂരം ഓടിയതിനു ശേഷം യൂറിയും ആ ഒരു പെൺകുട്ടീനെ തുണിക്കടയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. മാത്രമല്ല, അവർ തമ്മിൽ ഒരു പിടിവലിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും യൂറിയുടെ കയ്യിൽ ഗോസ്റ്റ് ബെയിൻ എന്നൊരു സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് യൂറിയും ആ ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്നും പ്രേതത്തെ വെളിയിലേക്ക് ഇറക്കുന്നു. മാത്രമല്ല, ഈ ഒരു സമയത്തെ പിടിവലിയിൽ അവൾക്കും ആ ഒരു സ്റ്റോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ ആ സ്റ്റോൺ എടുക്കുവാനായിട്ട് ശ്രമിക്കുകയും അതുപോലെ തന്നെ പ്രേതം അവളെ പിടിച്ചു വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അവളുടെ കൈത്തുമ്പത്ത് തന്നെ ആ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഇതെല്ലാം തന്നെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഗംഗച്ചോരിയും അവളെ നോക്കി ചിരിക്കുന്നു. ഒന്ന് സഹായിക്കാമോ എന്ന് നീ ചോദിക്കുന്നത് കേൾക്കുവാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിന്നെ ഞാൻ സഹായിക്കാമെന്നൊക്കെ ഗംഗച്ചോരി അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അവളും ഒരു രീതിക്കും ഗംഗച്ചോരിയുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുന്നില്ല. കൂടാതെ അവളും ആ ഒരു പ്രേതത്തെ തള്ളി മാറ്റിയതിനു ശേഷം അവിടെ കിടന്നിട്ടുണ്ടായിരുന്ന ഗോസ്റ്റ് ബെയിൻ സ്റ്റോൺ കൂടി സ്വന്തമാക്കുന്നു. പിന്നീട് ഓടിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഒറ്റക്കാലൻ പ്രേതത്തിന്റെ പിന്നാലെ പോവുകയാണ് അവളും. ജോലിക്കാരി നടന്നു വരുന്ന സമയത്തായിരുന്നു രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്ന മോണിയോന്റെ മകൾ ഒരു കടയിൽ കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജോലിക്കാരിയും ആ ഒരു പെൺകുട്ടീനെ സഹായിക്കുവാനായിട്ട് ഓടിയെത്തുന്നു. ആ പെൺകുട്ടി സുരക്ഷിതയാണെന്ന് മനസ്സിലാക്കി യൂറിയും പോകുന്നു. മാത്രമല്ല, യൂറി അങ്ങനെ നടന്നു പോകുന്നതെല്ലാം തന്നെ യൂൺകാബും കണ്ടിട്ടുണ്ടായിരുന്നു. തന്റെ മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കുമോ എന്ന് പോലും സംശയിച്ചു നിന്നിട്ടുണ്ടായിരുന്ന വോണിയോന്റെ അടുത്തേക്ക് യൂൺകാബും ഇൻസോനെ കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നു. യൂൺകാബ് ആയിരുന്നു തന്നെ രക്ഷിച്ചതെന്ന് ഇൻസോൺ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അവൾ ബോധമില്ലാത്ത നിലത്ത് കിടക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് വീട്ടിലേക്ക് വരുവാനായിട്ട് ഞാൻ അവളെ സഹായിച്ചിട്ടുണ്ടായിരുന്നതെന്ന് യൂൺകാബും വോണിയോന്റെ അടുത്തായിട്ട് പറയുന്നു. യോറയുടെ പിന്നാലെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് നടന്നു വരികയാണ് ഗംഗച്ചോരിയും. അതേസമയം ഗംഗച്ചോരിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റക്കലൻ പ്രേതത്തെ ആ പെൺകുട്ടിയുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഗംഗച്ചോരിയുടെ ലക്ഷ്യം തന്റെ കയ്യിലുണ്ടായിരുന്ന ഗോസ്റ്റ് ബാങ്ക് സ്റ്റോൺ ഒക്കെ കൈക്കലാക്കിയിട്ട് അവളുടെ തന്നെ ശരീരത്തിൽ കയറുക എന്നതായിരുന്നുവെന്നുള്ള കാര്യമെല്ലാം തന്നെ യോറിക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. യോറിയും അതിനെക്കുറിച്ച് ഗംഗച്ചോരിയുടെ അടുത്തും ചോദിക്കുന്നു. അതേസമയം 13 വർഷമായിട്ട് യൂറിയുടെ കൂടെ അവൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഈ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു തരികയാണ് യൂറി ചെയ്യേണ്ടതെന്നും യൂറിയുടെ ശരീരത്തിൽ കയറുവാനായിട്ട് അവൻ അനുവാദമൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ അവനെ എല്ലാവരും തന്നെ ഒരു ദൈവമായിട്ടൊക്കെ കണ്ടോളുമെന്നുമുള്ള രീതിക്കാണ് ഗംഗച്ചോരിയും സംസാരിക്കുന്നത്. അതേസമയം ഗംഗച്ചോരി ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് ആ ഒരു ഒറ്റക്കാലൻ പ്രേതം വേണമെങ്കിൽ യൂറിനെ കൊല്ലുവാനായിട്ട് പോലും മുതിരുന്നതായിരുന്നു. സോ യൂറിയുടെ തന്നെ ജീവൻ അപായപ്പെടുത്തിക്കൊണ്ടാണ് ഗംഗച്ചോരി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മാത്രമല്ല, ഗംഗച്ചോറി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അവനെ വിശ്വസിക്കുന്നില്ല എന്നും അവനെ ഒരുപാട് വെറുക്കുന്നുണ്ട് എന്നും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഒരു ദിവസം യോറയുടെ പിന്നാലെ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഗംഗച്ചോരിനെ അവൾ ശ്രദ്ധിക്കുകയും അവൾ ആ ഒരു കാര്യം എല്ലാം തന്നെ മുത്തശ്ശിയുടെ അടുത്ത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ പിന്നാലെ ഗംഗച്ചോരി വന്നതുകൊണ്ട് തന്നെ അവൾ ആകെ പേടിച്ചു പോവുകയും മുത്തശ്ശി അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്തു. അതേസമയം ഗംഗച്ചോരി നാട്ടിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ആ ഒരു നാട് തന്നെ നശിച്ചു പോയെന്നായിരുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നതും. വളരെ പ്യൂറും പവർഫുള്ളുമായിട്ടുള്ള ഒരു മന്ത്രവാദിനിക്ക് മാത്രമേ ഗംഗച്ചോരിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗംഗച്ചോരി അവളുടെ പിന്നാലെയൊക്കെ നടക്കുന്നത്. ഗംഗച്ചോരിനെ ഒരു ദൈവമായിട്ടൊക്കെ കണ്ട് ഈ ഒരു ഗംഗച്ചോരിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ആണ് എങ്കിൽ വീണ്ടും പഴയതുപോലെ ഡ്രാഗണായി മാറുവാനായിട്ട് ഗംഗച്ചോരിക്ക് സാധിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും. അതുകൊണ്ടാണ് ഗംഗച്ചോരി ഇങ്ങനെ അവളുടെ പിന്നാലെ നടക്കുന്നത്. ഇപ്പോൾ ഗോസ്റ്റ് ബെയിൻ സ്റ്റോൺ മുത്തശ്ശിയും അവളെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് ഡ്രാഗൺ കിങ്ങിന്റെ സ്റ്റോൺ ആണ്. ആ ഒരു സ്റ്റോൺ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഒരു പ്രേതമോ ഒരു ഗംഗച്ചോരിയോ അവളെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കുകയില്ല എന്നായിരുന്നു മുത്തശ്ശിയും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു ദിവസം ഒരു മന്ത്രവാദവും മറ്റുമൊക്കെ ചെയ്യുകയായിരുന്നു മുത്തശ്ശിയും. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു തീപിടുത്തം ഉണ്ടാവുകയും മുത്തശ്ശി ആ ഒരു തീപിടുത്തത്തെ തടയുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് മുത്തശ്ശി തന്നെ മരണപ്പെട്ടു പോവുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
മുത്തശ്ശി കൂടെ ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ടായിരുന്നു യൂറി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു നാട്ടുകാരാകട്ടെ തലച്ചോറിനെ ആ ഒരു നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പോലും യൂറിയാണെന്നും അതുകൊണ്ടാണ് അവളുടെ മുത്തശ്ശി മരണപ്പെട്ടു പോയതെന്നുമൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ പഴിചാരുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടുകാരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തന്റെ മുത്തശ്ശി മരിക്കുവാനുള്ള കാരണക്കാരൻ ഗംഗ്ചോരിയാണെന്ന് അവളും വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒറ്റയ്ക്കുണ്ടായിരുന്ന അവളുടെ അടുത്തേക്ക് ഗംഗ്ചോരിയും എത്തുന്നത്. നിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ആ ഒരു സ്റ്റോണൊക്കെ നീ വലിച്ചെറിഞ്ഞേക്ക്, എന്നിട്ട് നീ എന്റെ കൂടെ വാ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഗംഗ്ചോരി അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവളും സ്റ്റോൺ കയ്യിൽ പിടിച്ചതിന് ശേഷമായിരുന്നു കൈ നീട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗ്ചോരിക്ക് അവളെ തൊടുവാനായിട്ട് സാധിക്കുന്നില്ല. എന്റെ മുത്തശ്ശി പോലും മരിക്കുവാനുള്ള കാരണക്കാരൻ നീയാണ്. നീ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം തന്നെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലുള്ള ഒരാളെ ഞാൻ ഒരിക്കലും ആരാധിക്കുന്നതായിരിക്കുകയില്ല. ഈ ഒരു രീതിക്കായിരിക്കും ഞാനും മുത്തശ്ശിയുടെ അടുത്ത് നീ ചെയ്തതിനുള്ള പ്രതികാരമൊക്കെ തീർക്കുക. ഒരിക്കലും നിന്നെ ഞാൻ പഴയ ഡ്രാഗണാക്കി മാറ്റുകയില്ല എന്നൊരു ശബ്ദമൊക്കെ യൂറിയും എടുക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.